ാനന്ദാവബോധാത്മകമനുപമിതം കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗമശതസഹസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരൊരു പുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം തത്താവദ്ഭാതി സാക്ഷാത് ഗുരുപവനപുരേ ഹന്തഭാഗ്യം ജനാനാം. നമസ്കാരം. അടുത്ത ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. നാരായണീയത്തിലെ 7-ാം ദശകമാണല്ലോ നമ്മൾ നോക്കുന്നത്. അതിലെ 4-ാമത്തെ ശ്ലോകം ഇന്ന് നോക്കാം. 3-ാമത്തെ ശ്ലോകത്തിൽ കഴിഞ്ഞ ഒരു ശ്ലോകത്തിൽ നമ്മൾ പറഞ്ഞത്, നമ്മൾ കണ്ടത് 1000 ദിവ്യവർഷം ബ്രഹ്മാവ് കാരണജലത്തിൽ ഭഗവാന്റെ നാഭിയിലൂടെ വന്ന താമരയിൽ തപസ് ചെയ്തു എന്ന്. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു മെസ്സേജ് എന്താണെന്ന് ചോദിച്ചാൽ, തപസ്സിലൂടെ മാത്രമേ ഏതൊരു അറിവും നമുക്ക് സ്വായത്തമാക്കാൻ കഴിയുള്ളൂ. അപ്പോൾ തപസ് വേണം എന്ന് പറയല്ലോ. അപ്പോൾ നമ്മൾ സാധാരണ ഒരു ഭാഷയിൽ അതിന് തപസ് വേണമെന്ന് പറയുമ്പോൾ കഠിന പ്രയത്നം വേണം, ക്ഷമ വേണം. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഇന്നത്തെ ഈ ഒരു സമൂഹത്തിൽ നമ്മുടെ കുട്ടികളും ഒക്കെ തന്നെ അവർ ഏർപ്പെടുന്ന ഏതൊരു കാര്യത്തിലും തപസ് വേണം എന്ന് പറയും. എന്ന് വെച്ചാൽ തപസ് ചെയ്യുമ്പോൾ ആ ഒരു നിരന്തരം ആ ഒരു കാര്യത്തിൽ മുഴുകുകയും ക്ഷമയോടുകൂടി കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുമ്പോൾ അവർക്ക് ആ ഉദ്ദേശിച്ച ഫലം കിട്ടും. അപ്പോൾ ഇങ്ങനെയുള്ള തത്വങ്ങൾ അടങ്ങിയതാണ് നാരായണീയം എന്ന മഹാകാവ്യം. അപ്പോൾ മേൽപ്പത്തൂർ എന്ന മഹാഗുരുവിനെ പ്രണമിക്കുന്നു. ഗുരുഭ്യോ നമ. എല്ലാ ഗുരുക്കന്മാർക്കും നമസ്കാരം. ഗണേശായ നമ, സരസ്വതിയെ നമ. അപ്പോൾ ഇവിടെ ബ്രഹ്മാവ് എന്ന് പറയുന്നത് ശരിക്കും ഭഗവാൻ തന്നെ ആയിരിക്കെ, ബ്രഹ്മാവാണ് സൃഷ്ടികർമ്മം നടത്തേണ്ടത്. എന്നാൽ ആ ബ്രഹ്മാവിന് പോലും എന്താണ് സൃഷ്ടിക്കേണ്ടത്, എങ്ങനെയാണ് സൃഷ്ടിക്കേണ്ടത് എന്നുള്ള ഒരു അറിവില്ലാത്തത് കൊണ്ട് ഇങ്ങനെ വിഷമിച്ചു എന്നും, അപ്പോഴാണ് ഭഗവാൻ തപ എന്ന് ഒരു വാണിയായിട്ട്, ആകാശവാണിയായിട്ട് ആ ഒരു വാക്കുകൾ കേൾക്കുകയും അങ്ങനെ 1000 ദിവ്യവർഷം, ഒരു ദിവ്യവർഷം എന്ന് പറയുമ്പോൾ തന്നെ 360 വർഷമാണ്. 1000 ദിവ്യവർഷം ബ്രഹ്മാവ് തപസ് ചെയ്തു എന്നും, ആ ഒരു തപസ്സിൻ്റെ ഫലമായിട്ട് ഭഗവാൻ പ്രത്യക്ഷപ്പെടുകയും ഭഗവാൻ തൻ്റെ തന്നെ ഭവനമായിട്ടുള്ള ആ ഒരു വൈകുണ്ഠ ദർശനം, ഏകാത്ഭുതം എന്നാണ് ഇവിടെ മേൽപ്പത്തൂർ അതിനെ വിശേഷിപ്പിച്ചത്. ആ ഒരു വൈകുണ്ഠ ദർശനം അത് കാണിച്ചു കൊടുത്തു. ആ ഒരു ദർശനം നമുക്കിപ്പോൾ വൈകുണ്ഠം എന്നൊക്കെ പറയുമ്പോഴേ നമ്മുടെ മനസ്സിൽ സ്വർഗം, അങ്ങനെയൊക്കെയുള്ള സ്വർഗം, വൈകുണ്ഠം, അവിടെ വിഷ്ണു ഇരിക്കുന്ന സ്ഥലമാണ് വൈകുണ്ഠം എന്ന് പറയും. അത് എന്താണ് അർത്ഥം എന്ന് പറയുമ്പോൾ കുണ്ഠതകളില്ലാത്ത ലോകം, അതാണ് വൈകുണ്ഠം. പലതരം ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും ഒക്കെ ഇല്ലാത്ത ലോകം. അപ്പോൾ വിഷ്ണു ഇരിക്കുന്ന സ്ഥലം വൈകുണ്ഠം എന്ന് പറയുമ്പോൾ എവിടെയാണോ ഭഗവാന്റെ നാമമുള്ളത് അവിടെ കുണ്ഠതകൾ ഉണ്ടാവില്ല, അവിടെ വൈകുണ്ഠമാണ്. അപ്പോൾ കുണ്ഠതകളില്ലാത്ത ഒരു ലോകമാക്കി നമ്മുടെ മനസ്സിനെ മാറ്റണം എന്ന് പറയുമ്പോൾ വിഷ്ണുവിനെ നമ്മുടെ മനസ്സിൽ പ്രതിഷ്ഠിക്കുമ്പോൾ, അല്ലെങ്കിൽ വിഷ്ണുവിനെ എങ്ങനെ പ്രതിഷ്ഠിക്കുക എന്ന് ചോദിച്ചാൽ വിഷ്ണുവിൻ്റെ നാമങ്ങൾ, നാമജപ സാധനയിലൂടെ ഭഗവാൻ സ്ഥിരമായിട്ട് നമ്മുടെ മനസ്സിൽ നിൽക്കുകയും അവിടെ വൈകുണ്ഠമായിട്ട് മാറുകയും ചെയ്യും. അതാണ്. അപ്പോൾ ബ്രഹ്മാവിന് ആ തപസ് ചെയ്യുമ്പോൾ നാമം ആയിരിക്കുമല്ലോ റിപ്പീറ്റ് ചെയ്യുക. അപ്പോൾ ആ നാമജപത്തിലൂടെ, ഭഗവാന്റെ നാമജപത്തിലൂടെ ഭഗവാൻ തൻ്റെ ഹൃദയത്തിൽ ഇരിക്കുമ്പോൾ അത് തന്നെ വൈകുണ്ഠം. ആ ഒരു ഹൃദയത്തിൽ ഭഗവാൻ എപ്പോഴാണോ ഉണ്ടാവുന്നത് അതാണ് വൈകുണ്ഠ ദർശനം. അപ്പം നമുക്കും വൈകുണ്ഠ ദർശനം സാധ്യമാണ്. എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമ്മുടെ ഹൃദയത്തിൽ ഭഗവാൻ സ്ഥിരമായിട്ടിരിക്കുമ്പോൾ അത് വൈകുണ്ഠമായി മാറും. ആ മനസ്സ് കുണ്ഠതകളില്ലാത്ത ലോകമായിട്ട് മാറും. അപ്പം നമ്മൾ ആഗ്രഹിക്കുന്നത് എപ്പോഴും സന്തോഷം, എപ്പോഴും സമാധാനം, എപ്പോഴും ശാന്തി. അപ്പോൾ ഇതെല്ലാം നേടുമ്പോൾ കുണ്ഠതകളില്ലാത്ത ഒരവസ്ഥയിൽ, ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാത്ത അവസ്ഥയിൽ, ദുഃഖങ്ങളില്ലാത്ത അവസ്ഥ, ഇതൊക്കെയാണല്ലോ കുണ്ഠതകൾ എന്ന് പറയുന്നത്. അപ്പോൾ കുണ്ഠതകളില്ലാത്ത ലോകം വൈകുണ്ഠം. അങ്ങനെ വൈകുണ്ഠ ദർശനം ഭഗവാൻ ബ്രഹ്മാവിന് കൊടുത്തു എന്ന് പറഞ്ഞാണ് നമ്മൾ കഴിഞ്ഞ ശ്ലോകം നിർത്തിയത്. അപ്പോൾ ഇവിടെ പറയുന്നു, സർവശക്തനായ അല്ലയോ ഗുരുവായൂരപ്പ, ഈ ജഗത്തിന് പുറത്തായിട്ട് ശോഭിക്കുന്ന പരമ ജ്യോതിസായിട്ടുള്ള, പ്രകാശരൂപമായിട്ടുള്ള ആ ഒരു ആനന്ദത്തിൻ്റെ പ്രവാഹം, ആ
പ്രവാഹമുള്ള ആ ഒരു വൈകുണ്ഠം. അപ്പോൾ ആ വൈകുണ്ഠത്തിൻ്റെ പ്രത്യേകത ശോകമോഹ ഭയ ഒന്നുമില്ല, ശോകവുമില്ല, മോഹവുമില്ല, ദുഃഖവുമില്ല, ഒന്നുമില്ലാത്ത ആ ഒരു ലോകം. ആ ഒരു ലോകത്തിൽ ആനന്ദത്തിൻ്റെ പ്രവാഹം മാത്രമേ ഉള്ളൂ, സാന്ദ്രമായ ആനന്ദത്തിൻ്റെ പ്രവാഹം. അതാണ് ഭഗവാൻ സാന്ദ്രാനന്ദാവബോധമാണെന്ന് പറയും. അവബോധം അത് സാന്ദ്രമായതാണ്. അതാണ് ഭഗവാന്റെ വിഗ്രഹം നമ്മൾ ഗുരുവായൂരിൽ കാണുന്നത്. അപ്പോൾ അങ്ങനെ ആനന്ദത്തിൻ്റെ പ്രവാഹമായിട്ടുള്ള ശോകമോഹ ഒന്നുമില്ലാത്ത, ഭയം ഒന്നുമില്ലാത്ത ആനന്ദത്തിൻ്റെ സാന്ദ്രമായ ആനന്ദത്തിൻ്റെ പ്രവാഹവും ഉള്ളതായിട്ടുള്ള ബ്രഹ്മാവ് കണ്ട ആ ഒരു ഭഗവാൻ ഗുരുവായൂരപ്പൻ്റെ ആസ്ഥാനം, അതാണ് വൈകുണ്ഠം, അതാണ് വൈകുണ്ഠ ലോകം എന്ന് പറയുന്നു. എന്നിട്ട് പറയുന്നു, ഭഗവാൻ എപ്പോഴാണോ സൃഷ്ടിക്കായിട്ട് ആ ഒരു ദൃഷ്ടി സ്വീകരിച്ചപ്പോൾ, അതായത് സൃഷ്ടിക്ക് വേണ്ടി ശുശ്രൂഷാത്മികയായ ദൃഷ്ടിയെ ഭഗവാൻ സ്വീകരിച്ചപ്പോൾ മായ ക്ഷോഭിച്ചാണ് ത്രിഭുവനങ്ങൾ അല്ലെങ്കിൽ 14 ലോകങ്ങൾ സ്വീകരിച്ചത്. അല്ലെങ്കിൽ പ്രകൃതി അതിൻ്റെ സമമായിട്ട് അതിൻ്റെ ഗുണങ്ങളിരുന്ന പ്രകൃതി സമമായിട്ടിരുന്നപ്പോൾ അവിടെ ഒന്നും സൃഷ്ടിയൊന്നും നടന്നില്ല. എന്നാൽ ആ ഒരു ഗുണങ്ങൾ, സത്വരജസ്തമോ ഗുണങ്ങളുടെ അതിൻ്റെ സാമ്യാവസ്ഥ മാറിയപ്പോഴാണ് മായ പ്രപഞ്ചമായിട്ട് ഭവിക്കാൻ തുടങ്ങിയത് എന്നും, എപ്പോഴും പ്രപഞ്ചത്തിൽ 3 ഗുണങ്ങൾ അതിൻ്റെ ഏറ്റക്കുറച്ചിൽ കാണും. അത് സാമ്യാവസ്ഥയിലിരിക്കുമ്പോൾ അതൊരു പ്രപഞ്ചമായിട്ട് നമുക്ക് അനുഭവപ്പെടില്ല എന്നും, അങ്ങനെ ത്രിഭുവനങ്ങൾ ഈ ഗുണങ്ങളുടെ പലതോതിലുള്ള ഏറ്റക്കുറച്ചിലുകളുകൊണ്ടും കൂടിച്ചേരലുകളുകൊണ്ടും, അപ്പോൾ ഈ ത്രിഗുണങ്ങളാണ് പ്രപഞ്ചമായിട്ട് നമ്മൾ കാണുന്നത് തന്നെ. അപ്പോൾ ത്രിഗുണങ്ങളുടെ കൂടിച്ചേരലുകളും ഏറ്റക്കുറച്ചിലുകളുമാണ് ഈ ഒരു 14 ലോകങ്ങളായിട്ട് അല്ലെങ്കിൽ ത്രിഭുവനങ്ങളായിട്ട് പല രീതിയിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇവിടെ വൈകുണ്ഠം എന്ന് പറയുമ്പോൾ നമ്മൾ ഈ കാണുന്ന ജഗത്ത്, പ്രപഞ്ചം അതിൽ പെടുന്നില്ല എന്നും ജഗദ്ഭ്യോ ബഹി എന്ന് പറയുന്നുണ്ട്. അതായത് ആ ജഗത്തിൽ ഇവിടെ പറയുന്ന വൈകുണ്ഠം എന്ന് പറയുന്നത് ആ ഒരു ജഗത്തിൽ പെടുന്നില്ല, ആ ജഗത്തിന് പുറത്താണ്. അതാണ് ജഗദ്ഭ്യോ ബഹി പുറത്ത്. ഈ ജഗത്തിന് പുറത്താണ് നമ്മൾ കാണുന്ന ഈ ജഗത്ത്, നമ്മുടെ മനസ്സിലുള്ള ആ ജഗത്തിന് പുറത്താണ് ഈ വൈകുണ്ഠം ലോകമെന്ന്. മായ എത്ര കഥാഭിനോ വികുരതേ, ഭഗവാൻ തൻ്റെ മായ ഭഗവാന്റെ തന്നെ ഭാഗമാണ്. അതുകൊണ്ട് വൈകുണ്ഠത്തിൽ ഇല്ല എന്ന് പറയാൻ കഴിയില്ല. മായ ഭഗവാന്റെ തന്നെ ശക്തിയാണ്, മായാശക്തി. അപ്പോൾ ആ വൈകുണ്ഠത്തിൽ ഭഗവാൻ ഇരിക്കുമ്പോൾ അവിടെ നമ്മളിപ്പോൾ മായ ഇല്ല എന്ന് പറയാൻ പറ്റില്ല. മായ അവിടെയും പ്രവർത്തിക്കുന്നുണ്ട്, പക്ഷെ അതിൻ്റെ ആ ഒരു ഗുണങ്ങൾ കൂടുതലായിട്ട് കാണുന്നില്ല എന്ന്. അപ്പോൾ മായയും ഗുണങ്ങളും കാലവും അവിടെ ഈ വൈകുണ്ഠത്തിൽ പ്രവർത്തിക്കാനിടയില്ല. കാരണം അവിടെ ഭഗവാന്റെ സാന്നിധ്യം ഉള്ളത് കൊണ്ട് മായാശക്തി അവിടെ ഉണ്ട്. എന്നാൽ ഭഗവാന്റെ സാന്നിധ്യം വൈകുണ്ഠത്തിലുള്ളത് കൊണ്ട് മായാപ്രവർത്തനം ഇല്ല എന്ന് പറയാം. അവിടെ അതനുഭവപ്പെടുന്നില്ല. അതാണ് വൈകുണ്ഠത്തിൻ്റെ പ്രത്യേകത. അതുകൊണ്ടാണ് വൈകുണ്ഠം എന്ന് പറയുന്നത് ശോകമോഹ ക്രോധ ഒന്നുമില്ലാത്ത, ഭയം ഒന്നുമില്ലാത്ത ഒരു ലോകമാണ് എന്ന് പറയുന്നത്. അപ്പോൾ എവിടെ ഭഗവാനുണ്ടോ, എവിടെ ഭഗവാന്റെ നാമമുണ്ടോ, അവിടെ ശോകവും മോഹവും ഭയവും ഭഗവാന്റെ മായാശക്തിക്ക് പോലും പ്രവർത്തിക്കാൻ കഴിയില്ല. അതാണ് നമ്മൾ ശരിക്കും അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഈ വികാരങ്ങൾ മായയിൽ ലീനമായിട്ട് അവിടെ ഉണ്ടാകാം, പക്ഷെ അതൊന്നും അവിടെ ആ വൈകുണ്ഠത്തിലേക്ക് ഈ വികാരങ്ങളൊന്നും ഈ നേരത്തെ പറഞ്ഞ ശോകമോഹ ഭയ ഒന്നും അവിടെ കയറി പോകാൻ പറ്റില്ല. അവിടെ സാന്ദ്രാനന്ദത്തിൻ്റെ ഒരു ബോധം മാത്രമേ ഉള്ളൂ, ആ പ്രകാശം മാത്രമേ ഉള്ളൂ അവിടെ. അപ്പോൾ വൈകുണ്ഠത്തിൽ സാന്ദ്രമായ ആനന്ദം മാത്രമാണ് കാണാൻ കഴിയുന്നത്. അതായത് പരമ ജ്യോതിസിൻ്റെ പ്രകാശരൂപം മാത്രമാണുള്ളത്. അങ്ങനെ വൈകുണ്ഠത്തെ ഭഗവാൻ ബ്രഹ്മാവിന് കാണിച്ചു കൊടുത്തു എന്നും, എങ്ങനെയാണോ ഒരു കുട്ടിക്ക് വിനോദം, ഒരു കളി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആകാംക്ഷ ഉളവാക്കുന്ന ഒരു കാര്യം ഒരു പിതാവ് കാണിച്ചു കൊടുക്കുന്ന പോലെയാണ് ഭഗവാൻ ഒരു പിതാവായിട്ട് ബ്രഹ്മാവിന് കാണിച്ചു കൊടുത്തത്.
അതായത് ഈ ബ്രഹ്മാവിന് 1000 വർഷം തപസ് ചെയ്തപ്പോൾ അത് ആ തപസ്സിൻ്റെ ഫലമായിട്ട് ആണ് ഇത് കാണിച്ചു കൊടുത്തത്. ബ്രഹ്മാവിനെ ഭഗവാൻ എവിടെയെങ്കിലും കൂട്ടിക്കൊണ്ട് പോയിട്ട് കാണിച്ചു കൊടുത്തതല്ല എന്നും പ്രത്യേകം പറയുന്നുണ്ട്. ബ്രഹ്മാവ് ഭഗവാൻ തന്നെയാണ് എന്നിരിക്കെ അവിടെ ഈ സത്വരജസ് തമോ ഗുണങ്ങളുടെ ആ ഒരു ഏറ്റക്കുറച്ചിൽ നിമിത്തം താൻ ഭഗവാനാണെന്നുള്ള ഒരു സത്യം പോലും ബ്രഹ്മാവ് മറന്നുപോയി. അതുകൊണ്ട് പറയുന്നു തപിക്കാൻ തയ്യാറാവണമെന്ന്. തപ എന്നാണല്ലോ ഭഗവാൻ ആദ്യം ആകാശവാണിയിലൂടെ പറഞ്ഞു കൊടുത്തത്. അപ്പോൾ എപ്പോഴാണോ തപിക്കാൻ തയ്യാറാകുന്നത് അപ്പോൾ ഭഗവാന്റെ ദർശനം ലഭിക്കുമെന്നും വൈകുണ്ഠവും വൈകുണ്ഠവാസിയും ഓരോ വ്യക്തിയിലുമുണ്ട് എന്നും അത് ദർശിക്കുവാൻ നമുക്ക് കഴിയാത്ത നമ്മുടെ ഉള്ളിൽ വൈകുണ്ഠമുണ്ട്, വൈകുണ്ഠവാസിയായ ഭഗവാൻ വിഷ്ണുവും ഉണ്ട്, ഗുരുവായൂരപ്പനും ഉണ്ട്. എന്നാൽ നമുക്കത് കാണാൻ പറ്റാത്തതിന് കാരണം നമ്മൾ തപിക്കാൻ തയ്യാറല്ല, തപസ് ചെയ്യാൻ നമ്മൾ തയ്യാറല്ല. അപ്പോൾ തപസ്സിലൂടെ മാത്രമേ ഭഗവാനെ കാണാൻ കഴിയൂ, ഭഗവാന്റെ ലോകമായ വൈകുണ്ഠവും കാണാൻ കഴിയൂ. അതുകൊണ്ടാണ് ഭഗവാൻ തപ എന്ന് പറഞ്ഞത്. തപസ് കൊണ്ട് ഗുണജന്യമായ വാസനകളെ കീഴ്പ്പെടുത്തിയാൽ വൈകുണ്ഠ ദർശനം സാധ്യമാകും എന്ന് പറയുന്നു. അപ്പോൾ ഈ ശ്ലോകം 4 ഒന്ന് വായിക്കാം. ശ്ലോകം 4 മായായത്ര കഥാഭിനോ വിഗുരുതേ ഭാതേ ജഗദ്ഭ്യോ ബഹി ശോകക്രോധ വിമോഹ സാധ്വസമുഖ ഭാവാസ്തു ദൂരം ഗതാ സാന്ദ്രാനന്ദച്ഛരി ചയത്ര പരമജ്യോതിപ്രകാശാത്മകേ തത്തേ ധാമ വിഭാവിതം വിജയതേ വൈകുണ്ഠരൂപം വിഭോ. ഒരിക്കൽ കൂടെ വായിക്കാം. ദശകം 7 ശ്ലോകം 4 മായായത്ര കഥാഭിനോ വിഗുരുതേ ഭാതേ ജഗദ്ഭ്യോ ബഹി ശോകക്രോധ വിമോഹ സാധ്വസമുഖ ഭാവാസ്തു ദൂരം ഗതാഃ സാന്ദ്രാനന്ദച്ഛരി ച എത്ര പരമ ജ്യോതിപ്രകാശാത്മകേ തത്തേ ധാമ വിഭാവിതം വിജയതേ വൈകുണ്ഠരൂപം വിഭോ. അതായത് ഭഗവാന്റെ വൈകുണ്ഠരൂപത്തെ കാണിച്ചു കൊടുത്തു എന്ന് പറഞ്ഞപ്പോൾ അത് എവിടേക്കും പോയിട്ടല്ല. തൻ്റെ തന്നെ ഉള്ളിൽ വൈകുണ്ഠവും ഉണ്ട്, ഭഗവാനും ഉണ്ട്. അത് കാണാൻ കഴിയണമെങ്കിൽ തപസ് വേണം. ആ തപസ്സാണ് ബ്രഹ്മാവ് ഇപ്പോൾ ചെയ്തത്. 1000 ദിവ്യവർഷക്കാലം തപസ് ചെയ്ത ബ്രഹ്മാവിന് വൈകുണ്ഠവാസിയായ ഭഗവാനെയും അതുപോലെ വൈകുണ്ഠ ദർശനവും സാധ്യമായി എന്ന് പറയുന്നു. അപ്പോൾ ഇവിടെ ആ ഒരു വാക്കുകളൊന്ന് നോക്കാം. വിഭോ എന്നാണ് ഇവിടെ ഭഗവാനെ വിളിച്ചത്. സർവശക്തനായ ഹേ ഭഗവാൻ. ജഗദ്ഭ്യ ബഹി, ജഗത്തുക്കൾക്ക് പുറത്താണല്ലോ വൈകുണ്ഠം കണ്ടത്. ജഗത്തുക്കൾക്ക് ബഹി, പുറത്ത്. ഭാതേ, പ്രകാശിക്കുന്ന. പരമജ്യോതി പ്രകാശാത്മകേ, പരമജ്യോതി പ്രകാശ രൂപമായ എത്ര, എവിടെയാണോ മായ കഥാഭിനോ വിഗുരുതേ, മായ ഒരിക്കലും വികാരമുള്ളതായിട്ട് ഭവിക്കുന്നില്ല എന്നും ശോകക്രോധ വിമോഹ സാധ്വസമുഖ ഭാവാതു, അതായത് ശോകം ക്രോധം വിമോഹം തുടങ്ങിയ ഭാവങ്ങളാകട്ടെ അതെല്ലാം ദൂരം ദൂരമായ എവിടെ പോയവയായിരിക്കുന്നു. ഈ മോഹങ്ങളൊക്കെ ദൂരെ പോയി. എപ്പോഴാണ് തപസ് ചെയ്തപ്പോൾ, അപ്പോഴാണ് വൈകുണ്ഠ ദർശനത്തിന് സാധ്യമായത്. ദൂരം ദൂരെ പോയിരിക്കുന്നു, ഇല്ലാതെയായിരിക്കുന്നു. എത്ര, എവിടെ. സാന്ദ്രാനന്ദചരീച്ച, സാന്ദ്രമായ ആനന്ദത്തിൻ്റെ പ്രവാഹം, പ്രവാഹം ഉണ്ടോ. വിഭാവിതം തത് വൈകുണ്ഠരൂപം, അവിടെ ബ്രഹ്മാവിന് വിഭാവിതമായ ആ വൈകുണ്ഠരൂപമായ തേ ധാമ, ഭഗവാന്റെ ഗുരുവായൂരപ്പൻ്റെ ആസ്ഥാനം, വിഷ്ണുവിൻ്റെ ആസ്ഥാനം വിജയിക്കുന്നു. അപ്പോൾ എവിടെയാണോ തപസ്സുള്ളത് അവിടെ കുണ്ഠതകൾ ഉണ്ടാവില്ല, ശോകമോഹങ്ങൾ അവിടെ നിന്ന് ഒഴിഞ്ഞു പോകും. അവിടെ വൈകുണ്ഠവാസിയായ ഭഗവാൻ ഗുരുവായൂരപ്പൻ വിഷ്ണു ഭഗവാൻ അവിടെ വസിക്കുന്നു. അവിടെ വൈകുണ്ഠത്തെയും കാണാം, ഭഗവാനെയും കാണാം. ഇത്രയും സിമ്പിളായിട്ടാണ് അത് പറയുന്നത്. അപ്പോൾ പക്ഷേ മേൽപ്പത്തൂർ എന്ന മഹാഗുരുവിനെ പ്രണമിക്കുന്നു. ആ മേൽപ്പത്തൂരിൻ്റെ ആ സംസ്കൃതത്തിൻ്റെ പാണ്ഡിത്യം, അതാണ് നമുക്ക് ഓരോ ശ്ലോകങ്ങളിലും മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ ഇവിടെ
നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നമ്മൾ തപിക്കാൻ തയ്യാറാവണം. തപസ് ചെയ്യാൻ തയ്യാറായാൽ മാത്രമേ ഈ വൈകുണ്ഠ ദർശനം സാധ്യമാകൂ എന്നും വൈകുണ്ഠവും വൈകുണ്ഠവാസിയും ഓരോ വ്യക്തിയിലും ഉണ്ട് എന്നും അത് ദർശിക്കാൻ തപസ് മാത്രമാണ് നമുക്ക് ഇല്ലാത്തത് എന്നും ആ തപസ് കൊണ്ട് വാസനകളെ കീഴ്പ്പെടുത്തിയാൽ ആ വൈകുണ്ഠ ദർശനം ഉണ്ടാവും എന്നും പറയുന്നു. അതാണ് ബ്രഹ്മാവിന് ഭഗവാൻ തപസ് ചെയ്യാൻ വേണ്ടി തപ എന്ന് പറയുകയും ആ വൈകുണ്ഠ ദർശനം നൽകുകയും ചെയ്തു. അപ്പോൾ ഇത്രയും ഭാഗം ഗുരുവായൂരപ്പൻ സമർപ്പിക്കുന്നു. നമ്മൾ ചൊല്ലിയത് 7ാമത്തെ ദശകത്തിലെ 4ാമത്തെ ശ്ലോകമാണ്. ഗുരുവായൂരപ്പന് സമർപ്പിക്കുന്നു. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പ സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഹരേ കൃഷ്ണ. കായേന വാച മനസേന്ദ്രിയർവ ബുദ്ധ്യാത്മനാവ പരദേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഹരേ കൃഷ്ണ. ഓം തത്സത്. വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ഹരേ കൃഷ്ണ. നന്ദി, നമസ്കാരം. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പ.